പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചു. യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയ ഒച്ചയടപ്പും ഒരു ചെറിയൊരു എന്തോന്നൊക്കെ. കുറച്ച് ദിവസം ഒരു വെക്കേഷൻ യാത്രയായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇന്നലെ വീഡിയോ ചെയ്തില്ല. വീഡിയോ ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. ഏതായാലും സർവം മായ എന്ന ചിത്രമാണ് മലയാളക്കരയാകെ ഒരു തരംഗമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ക്രിസ്മസ് റിലീഫായിട്ട് നിവിൻ പോളി ചിത്രം ബൊമ്പൻ ഹിറ്റടിക്കുന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വൈകാതെ തന്നെ 100 കോടി കടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ സർവമായ എന്ന ചിത്രം ഇന്നലെ കൊണ്ട് 50 കോടി കടന്നിരിക്കുകയാണ്. ഇന്നുകൊണ്ട് 60 കോടി കടക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ മികച്ച രീതിയിലുള്ള ബുക്കിംഗാണ് കാണുന്നത്. അതുപോലെ തന്നെ വെക്കേഷൻ സമയമാണ്, ഇനി കിടക്കുകയാണ്. 5-ാം തീയതിയൊക്കെ സ്കൂൾ തുറപ്പുള്ളൂ. അതുവരെ മികച്ച രീതിയിലുള്ള കളക്ഷൻ, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളെല്ലാം എല്ലാം ഹൗസ്ഫുൾ ഷോകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നിവിൻ പോളിയുടെ ചിത്രം ബമ്പൻ ഹിറ്റിലേക്ക് നീങ്ങുന്നു. നിവിൻ പോളി വീണ്ടും ഒരു 100 കോടി അടിക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സാധാരണ എല്ലാ ചിത്രങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ച ദിവസം കളക്ഷൻ കുറയുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? പക്ഷേ ഈ ചിത്രങ്ങളിലെന്ന് പറഞ്ഞാൽ വെക്കേഷൻ കാലം ആയതുകൊണ്ട് തിങ്കളാഴ്ച ബാക്കിയുള്ള ദിവസങ്ങളെപ്പോലുള്ള കളക്ഷൻ കിട്ടുന്നുണ്ട്. 4,40,00,000 രൂപയാണ് കേരളത്തിൽ നിന്ന് തിങ്കളാഴ്ച ദിവസം ഇത് കളക്ട് ചെയ്തത്. മറ്റു സിനിമകളൊക്കെ ഞായറാഴ്ച ദിവസം കളക്ട് ചെയ്യുന്ന കളക്ഷന് തിങ്കളാഴ്ച കിട്ടുക എന്ന് പറയുന്നത് അതിശയകരമായ കാര്യം തന്നെയാണ്. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്ന 26,20,00,000 രൂപയാണ് തിങ്കളാഴ്ച വരെയുള്ളതാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ് വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ കർണാടകത്തിൽ നിന്ന് തിങ്കളാഴ്ച മുമ്പ് 30 ലക്ഷം കളക്ട് ചെയ്തിട്ടുണ്ട്, 1,65,00,000 ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 4 ലക്ഷം രൂപ ടോട്ടലായിട്ട് 29 ലക്ഷത്തിലേക്ക് എത്തുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 13 ലക്ഷം രൂപ 74 ലക്ഷത്തിലേക്ക് എത്തുന്നു. കേരളത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 4,40,00,000 22,65,00,000 എത്തുന്നു. പിന്നെ ഹിന്ദി ബെൽറ്റിൽ നിന്ന് 13 ലക്ഷം കളക്ട് ചെയ്ത ചിത്രം 87 ലക്ഷത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 26,20,00,000 രൂപയാണ്. ഇനി ഓവർസീസ് കളക്ഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 26,30,00,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 52,50,00,000 ഈ ചിത്രം എത്തിയിരിക്കുന്നു എന്നുള്ള ചെറിയ ചെറിയ ഒച്ചയടപ്പുണ്ട്. അതൊക്കെ സൗണ്ടിനെ ബാധിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. 52,50,00,000 എത്തിയിരിക്കുന്നു. അപ്പോൾ ചൊവ്വാഴ്ച ദിവസവും തിങ്കളാഴ്ചത്തേക്കാൾ മികച്ച കളക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച ഇതേ സമയം 3,67,00,000 രൂപയായിരുന്നു ട്രാക്കിംഗ് എങ്കിൽ ഇന്ന് 3,69,00,000 രൂപയാണ് ട്രാക്കിംഗ്. ഇന്നലെ 4,40,00,000 കളക്ട് ചെയ്ത ചിത്രം ഇന്ന് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധ്യത 4,50,00,000 കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇന്നുകൊണ്ട് ഈ ചിത്രം 27 കോടി കേരള കളക്ഷൻ കടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഓവർസീസ് കളക്ഷനായിട്ട് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക 7 കോടിയാണ്. ഇന്നലെയും 7 കോടി തന്നെയാണ്. അങ്ങനെ ഇന്നുകൊണ്ട് ഈ ചിത്രം 59-60 കോടിയിലേക്ക് ടച്ച് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ നിവിൻ പോളിയുടെ ചിത്രം 6 ദിവസം കൊണ്ട് ശരാശരി 10 കോടി വെച്ച് 60 കോടിയോളം കളക്ട് ചെയ്യുന്നു. അടുത്ത സമയത്ത് ഇറങ്ങിയ ചിത്രങ്ങളിൽ വെച്ച് മികച്ച കളക്ഷനാണ് ഇത് നേടുന്നത്. വൈകാതെ തന്നെ ഇത് 100 കോടി എത്തുമെന്നുള്ളത് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെ നിവിൻ പോളിയുടെ വളരെ നാളിന് ശേഷം ഒരു വമ്പൻ ഹിറ്റിലേക്കാണ് സർവമായ എന്ന ചിത്രം നീങ്ങുന്നത്. അഖിൽ സത്യൻ എന്ന സംവിധായകനും ആനന്ദിക്കാൻ പറ്റും. കാരണം ക്രിസ്മസിന് നിവിൻ പോളി ചിത്രം തന്നെയാണ് തൂക്കിയിരിക്കുന്നത്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഇറക്കിയ ചിത്രം. മറ്റൊന്ന്, ബാക്കി കൂടിറങ്ങി ക്ലാഷ് റിലീഫായ ചിത്രങ്ങളൊന്നും വേണ്ട രീതിയിൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ല. ആ സ്ഥാനത്തേക്ക് നിവിൻ പോളി ചിത്രം ഇടിച്ചു കയറുന്നു. അങ്ങനെയൊക്കെയുള്ള വളരെയധികം പ്രത്യേകത ഉള്ള ചിത്രമായിട്ട് സർവമായ മാറിയിരിക്കുന്നു. അങ്ങനെ നിവിൻ പോളിയുടെ കരിയറിലെ വമ്പനൊരു തിരിച്ചുവരവാണ് സർവമായയിലൂടെ സാധ്യമായിരിക്കുന്നത്. നോക്കുമ്പോൾ മികച്ച രീതിയിൽ ഏകദേശം ചൊവ്വാഴ്ച ദിവസമായിട്ട് പോലും 8,000, 9,000, 10,000 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം പ്രേക്ഷകർ എന്തുമാത്രം സ്വീകരിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ സർവമായ എന്ന ചിത്രം വേഗത്തിൽ 100 കോടി കടക്കട്ടെ.
ബാക്കിയുള്ള സിനിമാ വിശേഷങ്ങൾക്കൊക്കെ വേണ്ടി വീണ്ടും എത്തുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.